എടാ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഇന്റഗ്രൽ 1 to 2 x dx by x plus 1 into x plus 2. ഇതെങ്ങനെ ചെയ്യണത്? പാർഷ്യൽ ഫ്രാക്ഷൻസ്. അതെന്താ പാർഷ്യൽ ഫ്രാക്ഷൻ അഭിര? അതെന്ത് സാധനം? എന്താണ് അക്വിൻ പാർഷ്യൽ ഫ്രാക്ഷൻ? പറഞ്ഞേ അക്വിൻ പറ. എന്താ പാർഷ്യൽ ഫ്രാക്ഷൻ? എന്താ? എ ബൈ അത് തന്നെ. ആ ഫോമുലോട്ട് ഇട്ടിട്ട് കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം വാല്യൂസ് ഇട്ട് കൊടുക്കുക, ലിമിറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെയ്തോ. ഇവിടെ എങ്ങനെ എഴുതാം? എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എ ബൈ എക്സ് പ്ലസ് 1 ബിയുടെ വാല്യൂ 2 കിട്ടും. എയുടെ വാല്യൂ എത്ര കിട്ടിയോ? -1. എ ഈക്വൽ ടു -1. ആൻസർ ടു ബൈ എക്സ് പ്ലസ് 2 ആൻസർ എങ്ങനെ കിട്ടിയത് എന്ന് പറയുന്നത് മൈനസ് ലോഗ് എക്സിന്റെ വാല്യൂ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ടാ. അപ്പൊ ആദ്യം 2 ഇട്ട് കൊടുക്കാം ഫസ്റ്റ് അല്ലേ? 2 ഇട്ട് കൊടുക്കുമ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് അല്ല, ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താ പോരെ? അങ്ങനെ മതി. ഫസ്റ്റ് ഇത്രയും കിട്ടി ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ. ഇനി ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോ ആദ്യം എക്സിന് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോ 2 + 1 3 + 2 ലോഗ് 4 മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യണേ, മൈനസ് ലോഗ് 2 + 2 ലോഗ് ബ്രാക്കറ്റ് ഇട്ടിട്ട് മൈനസ് ചെയ്യണം കേട്ടോ. ഫൈനൽ ആൻസർ ലോഗ് 32/27. അഭിരാ എന്തെങ്കിലും ഇരിക്കണം ചെയ്യണോ അല്ലെങ്കിൽ ആലോചിക്കണം? എന്താടാ പറ. ലോഗ് 3 ഇവിടെ 2 ഉണ്ട്. അപ്പൊ രണ്ടുകൂടെ ഒരുമിച്ച് നമുക്ക് -3 ലോഗ് 3 എന്ന് എഴുതാം. ഇവിടെ ഒരു ലോഗ് 3 ഉണ്ട്, ഇവിടെ ഒരു 2 ലോഗ് 3 ഉണ്ട്. രണ്ടുകൂടെ ഒരുമിച്ച് -3 ലോഗ് 3.
പിന്നെ പ്ലസ് 2 log 4 പ്ലസ് log 2. ഇത് നോക്കി ഇവിടെ log a പ്ലസ് log b നമുക്ക് എങ്ങനെ എഴുതാം? log a ബൈ ബി എന്ന് എഴുതാം അല്ലേ? a ബൈ ബി ആ log a പ്ലസ് log b. ആ അപ്പൊ ഇവിടെ പ്ലസ് അല്ലേ, രണ്ടെണ്ണം പ്ലസ് ആണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു ആയിട്ട് എഴുതാം. അപ്പൊ അവിടെ എന്ത് വരും? അവിടെ നോക്കി 2 log 4 നമുക്ക് എങ്ങനെ എഴുതാം? log 4/2 എന്നാക്കി എഴുതാം. ഇതിന് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് വരെ മൾട്ടിപ്ലൈ ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ കേട്ടോ. -3 log 3 പ്ലസ് എന്താണ് ഇതല്ലേ? അതിനെ നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ എഴുതി സ്ക്വയർ കേട്ടോ. അപ്പൊ log 27 അല്ലേ? മൈനസ് log 4 സ്ക്വയർ 16 പ്ലസ് log 2 ഇത്രയും കിട്ടി. നോക്കിക്കേ ഇനി log 16 ഇൻറ്റു 2 ഇത് രണ്ടും പ്ലസ് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ഇൻറ്റു 2 ചെയ്യുമ്പോൾ log 32 അല്ലേ? log 32. ഇനി ഇതിനെ ഞാൻ ഇപ്പുറത്തോട്ട് മൈനസ് log 27. അപ്പൊ log a മൈനസ് log b ആയി log a ബൈ ബി. അത്ര സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. എന്താടാ നീ എന്താ ബ്ലാക്കിൽ മാത്രം എഴുതുള്ളൂ? ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ബ്ലാക്കിൽ എഴുതാൻ തുടങ്ങിയ പിന്നെ ബ്ലാക്കിൽ എഴുതുള്ളൂ. പിങ്കാ കഴിഞ്ഞാടാ? അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to pi by 4 integral 0 to pi by 4 sin 2x dx. ഏതാടാ? ഇനിയും ലിമിറ്റ് ഇട്ട് കൊടുക്കണം. ലിമിറ്റ് ചെയ്തില്ലേ എവിടെ? അതില് എന്താണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കും തിരിച്ച്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്ത് ഇനി നോക്കി ഇങ്ങനെ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ലോഗ് എഴുത് ഇസ് ഈക്വൽ ടു ലോഗ് ആദ്യം 2 ഇട്ട് കൊടുക്കാം. 2 + 1 3 പ്ലസ് അപ്പൊ 2 + 1 മൊത്തം ഇട്ട് കൊടുക്കും. 2 മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം. പ്ലസ് 2 log 4 മൈനസ് ഈ സാധനം എക്സിന് എന്ത് കൊടുക്കണം? മൈനസ് ബ്രാക്കറ്റ് ഇട്ടെ 1 ഇട്ട് കൊടുക്കും. ബ്രാക്കറ്റ് ഓഫ് ലോഗ് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 + 1 2 3. ഇനി അത് log 1 2 + 1 3 എന്ന് എഴുതുക. 1 + 1 2 അത് എഴുതിട്ട് ബാക്കി സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. log 3 വന്ന ആദ്യത്തത് മൈനസ് ലോഗ് വിച്ച് ഇസ് ഈക്വൽ ടു ഏത്? മൈനസ് ലോഗ് 3 പ്ലസ് 2 log ഇനി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യണത് ഞാൻ എഴുതിയിട്ടുണ്ട്.
കിട്ടിയാടാ ആൻസർ? കിട്ടിയാ? അത് 1/√2 ചെയ്തിട്ട് വെട്ടിക്കളഞ്ഞ എന്താടാ? sin 2x അല്ലേ പറഞ്ഞ? ചെയ്താ മകനെ ചെയ്യാമോ? മതി മാറ്റി കിട്ടാക്കി. ഇന്റഗ്രൽ 4 to 5 e raised to x. ഇന്റഗ്രൽ 4 to 5 e raised to x. ഇന്റഗ്രൽ 4 to 5 e raised to x dx. ഇന്റഗ്രേറ്റ് ചെയ്യാം ഫസ്റ്റ്. ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കാം. മുന്നത്തെ ക്വസ്റ്റ്യൻ e raised to ഇതിന്റെ e raised to 5 minus e raised to 4. നീ എങ്ങനെ എഴുതിയ? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x ഇന്റഗ്രൽ e raised to x, പിന്നെ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ e raised to 5 minus e raised to 4. ഇത്ര മതി. ചെയ്താ? അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇന്റഗ്രൽ 0 to 1 അഭിരാമിന് എഴുതിയെടുത്തായിരുന്നോ? ഇത് എഴുതിയെടുത്ത ഫുള്ള്. അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇന്റഗ്രൽ 0 to 1 1/√1 minus x square. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സാധനം കിട്ടണം നോക്കിയാൽ? ഇന്റഗ്രൽ 0 to 1 1/√1 സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഡയറക്റ്റ് അതിന്റെ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുക. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ എപ്പോഴാ 1 ആവണത്? സൈനിന്റെ വാല്യൂ 5/2 ആവും. ഇനി സൈനിന്റെ വാല്യൂ 0 ആവണത് എപ്പോഴാ? അപ്പൊ നോക്കിക്കെ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. കേട്ടോ? അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പിര സൈനിന്റെ വാല്യൂ എന്താണ്? 1 ആവണത് എപ്പോഴാണ്? ഏത് ആംഗിളിലാണ് സൈനിന്റെ വാല്യൂ 1 ആവണത്? സൈൻ 90 ഡിഗ്രിയിലല്ലേ? വരക്കേണ്ടി വരും. അപ്പൊ അത് ആലോചിച്ചാൽ മതി. സൈനിന്റെ വാല്യൂ എപ്പോഴാണ് 1 ആവണത്? എപ്പോഴാണ്? 5/2 കൊടുക്കുമ്പോ. അപ്പൊ 5/2. ഇനി സൈനിന്റെ വാല്യൂ എപ്പോഴാ 0 ആണക്കി? 0-ലാവുമ്പോ. അപ്പൊ 5/2 മൈനസ് 0 എന്താണ് ആൻസർ? 5/2. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to 1 1/1 plus x square. 1/1 plus x square. അത് ഇതുപോലെ തന്നെ കേട്ടോ. 0 to 1 1/1 plus x square. എന്താ ഇതിന്റെ ആൻസർ എന്താടാ? ഇത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്താ വന്നെ അഭിര? ഇതെന്തിന്റെ ഇക്വേഷനാ ആൽവിന്? എന്തിന്റെ? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ്, പിന്നെ ലിമിറ്റ് കൊടുക്കാം കേട്ടോ. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. ടാൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. എത്ര കിട്ടിയുടെ ആൻസർ? 5/5. എത്ര കിട്ടിയ ആൻസർ? 5/5.
ഇതൊന്നും ചോദിക്കൂല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 2 to 3 1/x² - 1. ഇതൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം വരുന്നുണ്ട് ഇവിടെ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രൽ 2 to 3 1/x² - 1. ഇന്റഗ്രൽ 2 to 3 ആര് ആൻസർ പറയാൻ കേട്ടോ x² - 1. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഏത് അതും ചെയ്യാം. ഫോർമുല മനസ്സിലായ 1/x² - a² ഫോർമുല ലാസ്റ്റ് പഠിച്ചില്ലേ, അതിട്ട് ചെയ്യാം കേട്ടാ. മറ്റേതൊക്കെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചും ചെയ്യാം കേട്ടാ. അക്കിന് എങ്ങാടേ പോണം, മറിച്ച് പഠിച്ചിട്ടില്ലല്ലേ ഫോർമുല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താ പറഞ്ഞ ഫോർമുലാസ് എല്ലാം എഴുതി കൊണ്ടുവരണമെന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ചോദിക്കണം. അടുത്ത ക്ലാസ്സിൽ ഫോർമുലാസ് എല്ലാം പഠിച്ചിട്ട് വരണം കേട്ടാ. ഇനി എപ്പ പഠിക്കാൻ പോണ നീയൊക്കെ? പരീക്ഷയുടെ തലേദിവസവും. പരീക്ഷയുടെ തലേദിവസം അവൻ പഠിച്ചാൽ കിട്ടും, നമ്മ പഠിച്ചാൽ കിട്ടൂല കേട്ടാ. അടുത്ത ക്ലാസ്സിലെ എല്ലാ ഫോർമുലാസും ഒരു സൈഡിലോട്ട് എഴുതിക്കൊണ്ട് വരണം കേട്ടാ. ഒരു പേപ്പറിൽ എഴുതി വെച്ചു, എനിക്ക് പേപ്പറിൽ കാണാം. എന്നിട്ട് ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, ഒരു 5-6 കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ചോ നീയൊക്കെ, അല്ലെങ്കിൽ ആ എഴുതിയത് കൊണ്ടേ കളയും കേട്ടാ. എല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് കാണണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ചെയ്താ 1/a ഫോർമുല അല്ലേടാ. 1/a ലോഗ് 2a ലോഗ് എന്തായിരുന്നു x - a/x + a. ഇതാണ് ഫോർമുല. അപ്പൊ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ ഇവിടെ 1 ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കാം. 1/2 ലോഗ് എന്താണ് ബയോമാസ. അഭിരാം എഴുതി കഴിഞ്ഞാ ഇന്നലെ കിട്ടിയ ഫൈനൽ ആൻസർ. ഇവിടെ ഇരിക്കുമ്പോ അധികം ചൂടറില്ല, മറ്റേ ക്ലാസ്സിൽ ഭയങ്കര ചൂടാണല്ലോ. 2.7 കഴിയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to 1 2x + 3/5x² + 1 dx. സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. 2x/5x² + 1 + 3 -
അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ ഇപ്പൊ തന്നെ വേണമെങ്കിൽ 2x is equal to ax plus b divided by 5x square plus 1. ഇതൊന്ന് calculate ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആക്കാൻ വേണ്ടി എന്തുവാ സ്പ്ലിറ്റ് ചെയ്യാം അഭിരാം ടേംസ്. ഇന്റഗ്രൽ ഓഫ് 2x by 5x square plus 3 by 5x square plus 1. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാം. 5x square plus tക്ക് 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ആണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ. അതായത് എന്താണ് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതെ എക്സ് സ്ക്വയറിന്റെ എന്താണ് കോഎഫിഷ്യന്റ് 1 ആക്കണം. മനസ്സിലായോ? അപ്പൊ ബൈ എന്ത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും? 5 വെച്ചിട്ട്. എന്നിട്ട് അതിന്റെ പകുതി 5x square plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ വാല്യൂ എക്സിന്. അതൊക്കെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി എക്സ് ഡി എക്സ് നാക്ക്. എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ 10 നാക്ക്. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യും അഭിരാം. 5x square plus 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇത് നോക്കിയൊക്കെ ഇനി എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 ഇൻറ്റു എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് മാറ്റണല്ലേ? 2 to 10 ഇവര് പറഞ്ഞ നിക്കട്ടെ. എടാ അത് ലിമിറ്റ് മാറ്റണം നിന്റെ അകത്തുണ്ടാ? അതെപ്പോഴാ? ഇത് കഴിഞ്ഞിട്ടാണോ അവനത്? അതിന്റെ ഇടയ്ക്കാണോ അവനത്? അപ്പൊ ഇത് നമ്മളപ്പോ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തല്ലേ? കേട്ടാ ഏതാ? എക്സിന് പകരം എക്സ് ഡി എക്സിന് പകരമാണ് നമ്മൾ ഡി ടി ബൈ 10 എഴുതണത്. ഇതെന്താ ഇവിടെ കിട്ടിയേക്കണ? ബൈ ടി. ഇനി അത് ഈ 2 ഇതും കട്ട് ചെയ്ത് നമുക്ക് എന്താക്കാം? 1/5 എന്നാക്കാം. അപ്പൊ 1/t എന്ന് വന്നില്ലേ അത്? 1/5 1/tയുടെ ഇന്റഗ്രൽ എന്താ? ലോഗ് ടി. അപ്പൊ 1/t അവിടെ ഇവിടെ മറ്റേ രീതി ചെയ്തോ നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വെച്ചിട്ട് 5 ഓം പുറത്ത്. അഭിരാം കിട്ടിയാക്കി ആൽവിൻ കാണിച്ച് 1/t ലോഗ് എഴുതും. ഇതിനവര് ലിമിറ്റ് മാറ്റിയിട്ടില്ലല്ലോടാ. നോക്കട്ടെ, ലിമിറ്റ് ചിലപ്പോൾ മാറ്റുമ്പോൾ അത് തന്നെ ആയിരിക്കും കിട്ടണം. എവിടെ ടീക്ക് വാല്യൂ ഇട്ട് കൊടുക്കട്ടെ. ടീക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് ടി ഈക്വൽ ടു ആദ്യം ടീക്ക് എക്സിന് എന്ത് കൊടുക്കണം? 2 കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും നോക്കിയിട്ട് 1 ഇട്ട് കൊടുക്കും. പിന്നെ മറ്റേതാ ഇവന്മാരെന്താ ലോഗ് ഇത് മാറ്റാഞ്ഞ? മാറ്റിയിട്ടുണ്ട്. 1 to 6 ലിമിറ്റ് മാറ്റേണ്ടി വരും. അത് ഞാൻ പറഞ്ഞുതരാവേ. ഇന്റഗ്രേറ്റ് ചെയ്താ കഴിഞ്ഞാ അതായത് നമ്മൾ 5 കോമൺ പുറത്തെടുക്കുക. അവിടെ നിന്ന് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് 1 ആക്കണമല്ലോ. അപ്പൊ 5 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എന്ത് വരും?
1/5 വരും. മനസ്സിലായ? ആ എന്നിട്ട് 5 പുറത്തെടുക്കുക കോമൺ. ആ പുറത്തെടുത്തിട്ട് മനസ്സിലായ അഭിരാം? എനിക്ക് 1/x² + 1 അല്ല, അത് എനിക്ക് ഇവിടെ നിന്ന് 3/3 ഓൾറെഡി പുറത്തെടുക്കാം. അപ്പൊ ബാക്കി എന്താ വന്നത്? ആ 1/, ഈ 5x² + 1 ഇല്ലേ, ഇതിൽ നമ്മൾ 5 പുറത്തെടുക്കണം. അപ്പൊ 5 പിന്നെ എന്താ x² ആവും, പ്ലസ് 1/, എന്താവും ഇത് 5 ആവും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a² - b² ഫോമിലോട്ട് ആക്കണമെങ്കിൽ ഇവിടെ എന്ത് വരണം? √5 വരണം. √5 ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ കേട്ടോ. ആ x² പ്ലസ് കാണിക്കാം. ഇത് നമ്മൾ പുറത്തെടുത്ത് ഇനി നമുക്ക് ഇതിനെ a² + x² + a² ആക്കണമെങ്കിൽ ഇതിനെ നമ്മൾ √5 ഇട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ. x² + 1/√5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1/5 തന്നെയാണ്. ആ രീതിയിലോട്ട് ആക്കണം കേട്ടോ. രണ്ടാമത്തെ ഏതായിരുന്നു ആക്കി? ആ പിന്നെ എല്ലാവരും എടുക്കല ചില സമയങ്ങളിൽ ചെയ്ത അഭിരാം. ബാക്കി ഇവിടുന്ന് x² എടുത്തേ, കോമൺ പുറത്ത് 5 കോമൺ പുറത്തെടുക്ക്. x അല്ല 5 എടുത്ത് പുറത്ത് പോകും. 3 ഓൾറെഡി പുറത്തിട്ടോ. അപ്പൊ എന്താവും ഇവിടെ? ആ 3 മുകളിലത്തെ പുറത്തിട്ടോ. ഇനി x² 5 പുറത്തിടുമ്പോൾ ബാക്കി ചെയ്തിട്ട് നമ്മൾ x² പ്ലസ് ഇവിടെ 1/5 എന്ന് എഴുതടാ. 5 നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടില്ലേ? അപ്പൊ 1/5 ഔത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 തന്നെയാ വേണ്ടേ? മനസ്സിലായില്ല? ഇവിടെ നിന്ന് ഈ x² + 1 5 പുറത്തെടുക്കണേ. അപ്പൊ 5 ഞാൻ പുറത്തെടുത്ത് x² ആയി പ്ലസ് 1/5 ആക്കണ്ടേ, അല്ലെങ്കിൽ 5 ഔത്തോട്ടും. അങ്ങനെ കഴിഞ്ഞില്ലേ നീ? കിട്ടിയില്ലേ? ആദ്യത്തെ എന്താ കിട്ടിയത്? ഇന്റഗ്രൽ മാറ്റണം. 1/5 log 5x² + 1 ആദ്യത്തേത് കേട്ടാ. രണ്ടാമത്തത് 3/5x² + 1 ഇന്റഗ്രേറ്റ് ചെയ്യണ എങ്ങനെ? 3 പുറത്തിടാം ആദ്യം. പിന്നെ 1/5 x² + 1/5 3/5 ഇന്റഗ്രൽ ഓഫ് 1/x² + 1/√5 ഹോൾ സ്ക്വയറിന് എഴുതാം. എഴുതാൻ പാടില്ലേ? ഇതിന് നമുക്ക് 1/5 x² + 1/√5 ഹോൾ സ്ക്വയറിന് എഴുതി. മനസ്സിലായില്ലേ? ഇനി x² + a² ഫോർമുല എന്താക്കി? ഇന്റഗ്രൽ ഓഫ് 1/x² + 1/a പ്ലസ് 1/a tan ഇൻവേഴ്സ് x/, അതിട്ട് കൊടുക്കാം. അപ്പൊ 3/5 3/√5 നിക്ക് എടാ റൂട്ട് ഉണ്ടായിരുന്നാടാ ഇക്വേഷനില്? അതായത് ഇക്വേഷൻ പറഞ്ഞേ 1/a അല്ലേ? ഇൻറ്റു 1/a tan ഇൻവേഴ്സ്. അപ്പൊ √5 മുകളില് മാർക്ക് വേണിങ്ങനെ tan ഇൻവേഴ്സ് x/√5. മനസ്സിലായ? എന്താണ് ദൈവത്തിന് തമ്പുരാൻ അഭിരാമി എങ്ങനെ ഇരിക്കുന്നത്? എന്താ മനസ്സിലാത്ത ചോദിക്കും? അല്ല വെറുതെ ചെയ്ത ഫോർമുല. അതിന് മുമ്പത്തെ സ്റ്റെപ്പ് മനസ്സിലായ? ഇതൊക്കെ മാറ്റിയത് ഇത്
ഇതല്ലേ മനസ്സിലായി? ഇത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഫോർമുല. അപ്പൊ 3/5 എഴുതി 1/a. എ ആണ് ഇവിടെ എന്ത്? 1/√5. അപ്പൊ 1/a tan ഇൻവേഴ്സ് x/a. അപ്പൊ ഈ മെത്തേഡ് നമ്മൾ ഇന്റഗ്രേഷൻ ഇതെന്താ? ഇത് ഏത് മെത്തേഡിൽ നമ്മൾ ചെയ്തത്? സ്പെഷ്യൽ ഇന്റഗ്രലിന്റെ ഡെഫിനറ്റ് ഇന്റഗ്രൽ അല്ലേടാ ഇത് ഇപ്പൊ ചെയ്തത്? നമ്മൾ അതിന്റെ പേര് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയല്ലേ ചെയ്തത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് t ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ എത്രയാണ് കൊടുത്തത്? 5x² + 1 ആണ് അല്ലെ? ശ്രദ്ധിക്കൂടാ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുമ്പോ ഇവിടെ ലിമിറ്റ് മാറും. ഇവിടെ 0 to 1 അല്ലേ വന്നേക്കണത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടീയിലോട്ട് ആക്കിയ കൊണ്ടിട്ട് ലിമിറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ ടീക്ക് ആദ്യം നമ്മൾ 1 ഇട്ട് കൊടുക്കുക, അല്ല എക്സിന് 1 ഇട്ട് കൊടുക്കുക ഫസ്റ്റ്. അപ്പൊ t ഈക്വൽ ടു 5 × 1² + 1 എന്ത് വരും? 6 വരും. അപ്പൊ ലിമിറ്റ് എഴുതുമ്പോ ഇന്റഗ്രൽ ഫസ്റ്റ് 1ന് പകരം ആരെ എഴുതണം? 6 എഴുതണം കേട്ടാ. പിന്നെ അടുത്ത എന്താണ്? അടുത്ത t ഈക്വൽ ടു x ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോ x ഈക്വൽ ടു 1 x ഈക്വൽ ടു 0 കൊടുക്കുമ്പോ t എന്താകും? t ഈസ് ഈക്വൽ ടു 5 × 0² + 1 എന്ത് വരും? 1 വരും. അപ്പൊ ഇവിടെ എന്ത് വരാം? 1 to 6 എന്നാക്കുക ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ എക്സിന്റെ ടേംസിൽ എഴുതണ്ടെങ്കിൽ നമുക്ക് ടിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി തന്നെ എടുക്കാം. അപ്പൊ ലോഗ് എന്ത് വരും? 6 - log 1 കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുമ്പോ എപ്പോഴും ലിമിറ്റ് മാറ്റണം കേട്ടോ. പിന്നെ നമ്മൾ ടി വെച്ചിട്ടല്ലേ എഴുതാറുള്ളത്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ടിയുടെ ടേംസിലോട്ട് ലിമിറ്റ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഫൈനൽ ആൻസർ 3 1/5 log 6. കാറ്റില്ല എന്താണോ പറഞ്ഞ കുറയ്ക്കണോ? എടാ എവിടെ റിമോട്ടിൽ പോയി മേടിച്ചിട്ടുള്ളൂ. ഇതിലേതാ 3 ഉണ്ടല്ലോ ഇവിടെ. അതെയോ? 29 എന്നാ നീ ഇപ്പഴത്തെ സൈഡ് വന്നിരിക്കുക. അവിടെ തണുപ്പ് കൂടുതല്. അവിടെ ഇരുന്നോണ്ടായിരിക്കോടാ ചെയ്താ. അക്കിയെ എന്തായാലും കൊല്ലാൻ നിക്കണ പോലെ നോക്കണം. ഇതെന്താ ഞാനല്ല കണ്ടുപിടിച്ചത്. അതുപോലെ നിങ്ങൾ നോക്കണ. ഒരുമാതിരി കണക്കൂട്ട് വന്നിട്ട് ചെയ്താടാ. ഇതിനിപ്പോ log 6 - log 1. പിന്നെ ഇതിനെന്താ പ്ലസ് അല്ലേ നടക്ക്? അതിന് എക്സിന് അതിന്റെ ലിമിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി അതിന് മാറ്റേണ്ട ആവശ്യമില്ല. ഒരെണ്ണം 0 ഇട്ട് കൊടുക്കുമ്പോ 0. ബാക്കി തന്നെ 3 ഫൈനൽ ആൻസർ ചെയ്താ 1/5 log 6 6/1 ആണ്. പക്ഷെ അതൊന്നും എടുക്കണില്ല. 6 + 3/√5 √5 5ഉം ഈ √5 അങ്ങനെ എഴുതി കട്ട് ചെയ്ത് കളയാം കേട്ടോ. 3/√5 tan ഇൻവേഴ്സ് 5. എക്സ് വേണ്ട. എക്സിന് നമ്മൾ ലിമിറ്റ് കൊടുക്കുമല്ലോ. 0 to 1 ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to 1 x e⁻x² ഇട്ടാ. x e⁻x². ആ എക്സിനാണ് സ്ക്വയർ dx. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ടും ചെയ്യാം കേട്ടാ. x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടാ. ഈ x² t കൊടുക്ക. x² t കൊടുത്താ പിന്നെ നമുക്ക് x dx എന്ത് കൊടുക്കാം? ഈ x ഉണ്ട്. അപ്പൊ x dx ആക്കി dt/2 ആക്കിക്കോടാ. അഭിരാം ചെയ്തേ.
അത് ലാസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് മാറ്റിയാൽ മതി. ഇപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ഇട്ടായിരിക്കും. e⁻t ആ ഈ 1/2 പുറത്തിട്ടിട്ട് എന്നിട്ട് അഭിരാം ചെയ്തോളൂ. അവിടെ ആ ശരിയാ. ആ x dx dt/2 കൊടുക്കണം. എക്സിനെ അവിടെ നിർത്ത്. x dx 2നെ മാത്രം അപ്പുറത്തോട്ട് എടുത്താൽ മതി. ആ എക്സ് അവിടെ നിർത്തിക്കേ. എക്സ് ചെയ്തോടാ. ഇന്ന് നോക്കിക്കേ, ഇവിടെ ഒരു dx ഉണ്ട്. ആ dx ഇട്ടെ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ആ ലിമിറ്റ് t കൊടുക്കും. എവിടെ? ആ ഇന്ന് നോക്കിക്കേ, ഇതിന് ഇത്ര എക്സ് dx ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് ഇന്റഗ്രൽ 0 to 1 അതിന് dt/2 കൊടുക്കാം. പിന്നെ e⁻t 1/2 പുറത്തെടുത്തിട്ട് e⁻t ഇന്റഗ്രേറ്റ് ചെയ്യാം. എവിടെ കാണിച്ചു വെക്കി? ഇതൊക്കെ ചെയ്ത് വെക്കും. എവിടെ നോക്കട്ടെ. ആ അത്രേ ഉള്ളൂ. ലിമിറ്റ് കൊടുത്തായിരുന്നോ? e⁻0യുടെ വാല്യൂ എന്താ? 1/2 കോമൺ പുറത്തെടുത്തു. അത് കൊള്ളാം. e⁻1ന്റെ വാല്യൂ എന്താ? ഈ തന്നെ 1/2 എന്താ ഇതിന്റെ? ബാക്കി e⁻0യുടെ വാല്യൂ 1. ലിമിറ്റ് കൊടുത്താ? ലിമിറ്റ് മാറ്റിയാ? നീ മാറ്റിയിട്ട് കൊടുക്ക്. മാറ്റിയപ്പോ അത് തന്നെയാണോ കിട്ടിയ? ലിമിറ്റ് അത് തന്നെയല്ലേ? അഭിനാ ലിമിറ്റ് മാറ്റിയാ? ആ ലിമിറ്റ് മാറ്റി കൊടുത്താ നീ? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോ ആ t = x² എന്ന് പറഞ്ഞ സാധനം ഇല്ലേ? ആ അതിന് x = 1 ആവുമ്പോ ലിമിറ്റ് മാറും. ലിമിറ്റ് ഇതിന്റെ അത് മാറണില്ല. അത് ലിമിറ്റ് മാറ്റാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അത് തന്നെയല്ലേ വന്നെ ലിമിറ്റ്? നോക്കിക്കേ ഇവിടെ ശ്രദ്ധിച്ചാ അഭിരാ. x² = t. ആ അത് തന്നെ, x² = t അല്ല. അപ്പൊ x ഇവിടെ എന്തായിരുന്നു? ആദ്യം 1 ആയിരുന്നു. അപ്പൊ നമ്മൾ x = 1 ആവുമ്പോ t എന്താവും നോക്കണം. അപ്പൊ 1² = 1 തന്നെ. പിന്നെന്താ? x = 0 ആവുമ്പോ അതും 0. അപ്പൊ ലിമിറ്റിന് വലിയ ചേഞ്ച് ഒന്നും വരണില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അത് കിട്ടും. ചില കേസിൽ മാറും. അത് എഴുതണം. ആ e⁻1ന്റെ വാല്യൂ ഈ തന്നെ കേട്ടാ. e⁻0ന്റെ വാല്യൂ 1. കിട്ടിയാടാ? എവിടെ? ഇത് തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടണത്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇട്ട് കൊടുക്കണ്ട. 1/2 e⁻t ആണ് ആൻസർ. ഇനി ലിമിറ്റ് നോക്കിക്കേ. ലിമിറ്റ് നമുക്ക് ഈ ലിമിറ്റ് മാറ്റണം. അപ്പൊ t = എന്താണ്? x = 1 ആകുമ്പോ t എന്തായിരിക്കും? 1 തന്നെ. x = 0 ആകുമ്പോ t എന്താ? അതും 0 തന്നെ. അപ്പൊ ലിമിറ്റ് അത് തന്നെയാണ് അല്ലേ? അപ്പൊ ലിമിറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് 1/2 e⁻1 - e⁻0. e⁻1ന്റെ വാല്യൂ ഈ തന്നെ. ആ e⁻1ന്റെ വാല്യൂ 1. e⁻0ന്റെ വാല്യൂ അല്ല, e⁻1ന്റെ വാല്യൂ ഈ തന്നെ. e⁻0ന്റെ വാല്യൂ ഇതാണ് ബാലൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേടാ. ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 0 to 2 1 to 2 5x² by x² plus 4x plus 3 dx ട്ടാ. 5x² ആരാടാ? 1/2 5x² plus x² plus 4x plus 3. ഡിവൈഡാ? ആ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട്. ആ പാർഷ്യൽ ഫ്രാക്ഷൻ ആടാ. മുകളിൽ 5x². സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ടോ? ഇതിൽ ചെയ്യണ്ട. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മാത്രം ഇതാണ്. വേണ്ട, സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ എന്താ ചെയ്യണം? വേണ്ട,
പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ആ a by x അങ്ങനെ ആ അത് തന്നെ dx plus e ആ ഇതിനെ മറ്റേതുപോലെ ആക്കണ്ടേ? ഉം. അവനിങ്ങോട്ട് പോയടാ ഞങ്ങളുടെ ഫ്രണ്ടുകളെ വിളിച്ചായിരുന്നു എക്സ്പ്രസ് എക്സ്പ്രസ് so the third one എങ്ങനെയാണ് cx ഏതാ ഏതാ? ആദ്യം എന്താ അടിയിലത്തെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 5x-ന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക ആ കംപ്ലീറ്റിംഗ് സ്ക്വയർ കേട്ടാ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക പകുതിയുടെ സ്ക്വയർ എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫിന്റെ സ്ക്വയർ എവിടെ കൊണ്ട് ആഡ് ചെയ്യണം 4x കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക 3 കഴിഞ്ഞിട്ട് മൈനസ് ചെയ്യുക ആ പിന്നെ മറ്റേത് എന്ത് കിട്ടി 3 മൈനസ് 2 സ്ക്വയർ ആ ഇനി എന്താ ചെയ്യണ്ട മറ്റേ എ ബൈ ബി ആ ഫോർമുല എന്താ നോക്ക് ഒരെണ്ണം സ്ക്വയറും വന്നിട്ടുണ്ട് കഴിഞ്ഞോ ഹബിത അല്ല കോള് വിളിച്ചു കഴിഞ്ഞാന്ന് ചോദിച്ച ആരാ വിളിച്ച ഫ്രണ്ടാ ഏ എന്താ എക്സാം ആണോ പ്രോജക്ട് ഇപ്പഴേ ഉണ്ടോ പ്രോജക്ട് എനിക്ക് മാർക്ക് ഞങ്ങൾക്ക് ഉണ്ടായില്ല പ്ലസ് 1 പ്ലസ് 2 പ്ലസ് വണ്ണിലും ഉണ്ടായി ആക്ച്വലി പ്ലസ് ടു ഇതിലിപ്പോ താഴെ x square minus a square ആ ഫോർമുല ആ ഈ 5x square ഇത് മറ്റേ ഫോമിലോട്ടാക്കട എ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആ ഫോർമുല ഏതാന്ന് നോക്ക് അതിന്റെ ആറുമണിയായി ഇത്ര പെട്ടെന്ന് 6 മണിയായിരുന്നു അക്യുവിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞാടാ ഈ ചാപ്റ്റർ കഴിഞ്ഞാ അതെങ്ങനെയാടാ പുള്ളി എടുത്താ പ്രോബ്ലംസ് ഹോംവർക്ക് ആണോ 2-3 അങ്ങനെയല്ല അല്ലല്ല ഇത് മറ്റേ മറ്റേ സ്പ്ലിറ്റിംഗ് നോർമൽ ക്വാഡ്രാറ്റിക് സോൾവിംഗ് ഇല്ലേ എന്നിട്ട് അത് മറ്റേ 6 ഫോർമുലയിൽ വരണമെങ്കിൽ അങ്ങനെയല്ല കംപ്ലീറ്റ് സ്ക്വയർ എടുക്കണമെങ്കിൽ ആദ്യം ന്യൂമറേറ്ററിലൊന്നും ഉണ്ടാവില്ല അത് ന്യൂമറേറ്ററിൽ പാസ് ഫ്രാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ കിട്ടിയാ ആൻസർ വലിയ ആൻസറാ എവിടെ കാണിച്ചേ അതല്ല 5/2 log
ആ ഒരു 5 ഉണ്ടോ മുമ്പിൽ? 5/2 9 log 4/5 അല്ലടാ 5 മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? minus 5 അഭിരാം എന്താ ചിരിക്കണം? അല്ല ഇത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് ആറ് മണി. ഇത് മൈനസ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആവില്ലേ? അപ്പൊ 4 ഓ ഇവിടെ എന്താ സംഭവം നടാ 5x² ഇല്ലേ? ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ ഇത്? പ്രോപ്പർ അല്ലേ? അല്ല x² ടൈം എടാ നോക്ക് ഇവിടെ ഇത് നമ്മള് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യണേണെങ്കിൽ എടാ x² കോഎഫിഷ്യന്റ് ഇവിടെ എന്താ 1 മോളിൽ എന്താ 5 അപ്പൊ അത് ആലോചിച്ചാൽ മതി എന്താ ഇംപ്രോപ്പർ ആണ്. ഡിഗ്രി ഓക്കെ അതിന്റെ കോഎഫിഷ്യന്റ് നോക്കണ്ടേ? ഇത് രണ്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ? അല്ലടാ അത് ഓക്കെ ഇത് രണ്ട് സെയിം ഡിഗ്രി അല്ലേ വന്നേക്കണ? പക്ഷെ ഇവിടെ കോഎഫിഷ്യന്റ് ഇവിടെ 5x², ഇവിടെ 1x². ആ ഇപ്പൊ ഇംപ്രോപ്പറാ. എടാ ഇവിടെ x² ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നോക്ക് ഇവിടെ 5x² പിന്നെ ഇവിടെ x² ആണ്. അപ്പൊ ഇത് മേലെ കൂടുതല് അതാണ് അവര് ഇംപ്രോപ്പർ. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യണം. എന്തിനാ ഡിവൈഡ് ചെയ്യണം? മോളിലത്തെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ആ 5x² ആ അതായത് 5x² നമ്മള് ഡിവൈഡ് ബൈ x² പ്ലസ് 4x പ്ലസ് 3 ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ആ 5 ബാക്കി ആ അതെന്താ ഇത് എടാ അത് എളുപ്പമാണ്. വേറെ ഇപ്പൊ നോക്കിക്കേ ഇത് ഈ ഇക്വേഷൻ 5 ടൈംസ് പോവുമെങ്കിൽ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ ഇതിനാ? അപ്പൊ 5 × x² പ്ലസ് 4x പ്ലസ് 3 എന്ന് പറയുന്നത് എന്ത് വരും? 5x² പ്ലസ് 20x പ്ലസ് 15 അല്ലെ? അപ്പൊ അത് നമ്മൾ എഴുതുക 5x² പ്ലസ് 20x പ്ലസ് 15. ഇനി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 0. ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 20x മൈനസ് 15. ഇതാണ് നമ്മുടെ എന്ത് റിമൈൻഡർ. ആ അങ്ങനെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനാ? 5 പ്ലസ് അങ്ങനെയല്ല നമ്മൾ എഴുതാറില്ല. ഇപ്പൊ നോക്കിക്കേ 10 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 9. എങ്ങനെ എഴുതും നമ്മൾ ഇതിനാ? 3 1/3 എന്നല്ല എഴുതാറുള്ളത്. അപ്പൊ കോഷ്യന്റ് എവിടെ എഴുതണം? കോഷ്യന്റ് 5 ആണ്. 5 ഇവിടെ എഴുതുക. 5 പ്ലസ് റിമൈൻഡർ എന്താ? ഇത് മൈനസ് 20x പ്ലസ് 15 ബൈ എന്ത് വരും? ആ ഇത് x² പ്ലസ് 4x പ്ലസ് 3. മനസ്സിലായ അക്കിനെ? പ്ലസ് മൈനസ് പുറത്തെടുക്കണം. ആ ഈ മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ പ്ലസ് 15. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടാ. നല്ല വലിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. ചിലപ്പോ SAക്ക് ഇതായിരിക്കും ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ അഭിരാം ഫുള്ള് ഏതാ ചെയ്തത് ശരിയാണ്. നമ്മള് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും അവര്. അപ്പൊ നോക്കിക്കേ x² കോഎഫിഷ്യന്റ് എന്താണ്? ഇവിടെ 1 ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ 5 ആണ്. അപ്പൊ x² രണ്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. പക്ഷെ മോളിലത്തെ ഇക്വേഷൻ എന്താ? വലിയ ഇക്വേഷനാ. അപ്പൊ നമ്മൾ ശരിക്കും 9/5 എന്നൊക്കെ ഉള്ളത് ഇംപ്രോപ്പർ അല്ലേ? അപ്പൊ നമ്മൾ അതിനെ പ്രോപ്പർ ആക്കി എടുക്കാറില്ലേ? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എടുക്കും. അതേ സെയിം സംഭവം തന്നെ ഇവിടെ ചെയ്തേക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അഭിരാം ശ്രദ്ധിക്കണ്ട. എന്താ ഇപ്പൊ പറഞ്ഞ ചുമക്കാണോ അവിടെ ഇരുന്ന്? എന്താ ഇപ്പൊ പറഞ്ഞ x² പ്ലസ് 4x പ്ലസ് 3 മോളിലത്തെ 5x² വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആദ്യം ഇങ്ങനെ എഴുതിയേക്ക. 5x² ഞാൻ ഇവിടെ എഴുതി. പുറത്ത് ഇക്വേഷൻ ഇവിടെ എഴുതി. നോക്കിയാ ഇവിടെ 5x² ആണ്. അപ്പൊ ആദ്യത്തെ x² എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5x² കിട്ടണെന്ന് ആലോചിക്കാം. 5 വെച്ചിട്ടാണ്. എന്താ മിന്നാ ആ ഇങ്ങനെ കാണിക്കണം. അപ്പൊ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 5 വെച്ച് 5 ടൈംസ് ഈ സാധനം പോയി. അപ്പൊ 5 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 5x² പ്ലസ് 20x പ്ലസ് 15 അത് അടിയിൽ എഴുതി മൈനസ് ചെയ്യാം. അത്രയും ചെയ്താൽ മതി. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ 0
ഇത് മൈനസ് ആണ്. അപ്പൊ ഇവിടുത്തെ സാധനം ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് -20x വരും. ഇവിടെ മുകളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് -15 വരും. അപ്പൊ റിമൈൻഡർ നമുക്ക് കിട്ടി. കോഷ്യന്റ് നമ്മൾ ആദ്യം എഴുതി, റിമൈൻഡർ അതിന്റെ മുകളിൽ എഴുതി, ഡിവിഡൻഡ് അതിന്റെ താഴെ എഴുതി. ഡിവിഡൻഡ് അല്ലേടാ, ഡിവൈഡർ. ഓ തെറ്റിക്കല്ലേ, ഇത് ഡിവിഡൻഡ് ഡിവൈസർ താഴെ എഴുതി. ഇനി നോക്കണ്ട, ഇനി 5 അങ്ങ് മാറ്റി നിർത്തിക്കും. ഇപ്പൊ എന്തായി, ഇനി ഇത് പാർഷ്യൽ ഫ്രാക്ഷനിൽ ചെയ്യാം. മനസ്സിലായ? ഇതിപ്പോ പ്രോപ്പർ ഫ്രാക്ഷൻ ആയി. ഇനി ഇത് തന്നെ പ്രോപ്പർ ഫ്രാക്ഷനിൽ ചെയ്യാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണോ വേണ്ടത്? ഇനി ഇതൊന്ന് ചെയ്തേ. ഇത് 20x + 15. ബാക്കിയുള്ളത് നിങ്ങൾ നേരത്തെ എഴുതി വെച്ചില്ലേ? ആ എന്താണ്? ആ ഇത് നമ്മൾ മൈനസ് പുറത്തെടുത്തു കോമൺ. ആ റിമൈൻഡറാ. അപ്പൊ മുകളില് റിമൈൻഡർ, അടിയിലെന്താ ഡിവൈസർ, കോഷ്യൻ. അത് നമ്മൾ ആൻസറിന്റെ കൂടെ വരും ലാസ്റ്റ്. അതാണ് ഞാൻ ചോദിച്ചത്, നിന്റെ അടുത്ത് 5 ഇല്ലെന്ന് വെച്ചില്ലേ? ലാസ്റ്റ് ആൻസർ ചെയ്തൂലേ? ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ആൻസറിന്റെ കൂടെ ഏത് ഇല്ലടാ, നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ മാത്രമല്ല എടുക്കണുള്ളൂ. അതിന്റെ അകത്ത് നിക്ക്, ഫംഗ്ഷന്റെ എടുക്കുമ്പോ ഫൈനൽ ആൻസറില് ഫംഗ്ഷന് മാത്രം എടുക്കണുള്ളൂ. 5 പുറത്തിടണം. അങ്ങനെ ഇതിന്റെ ചെയ്തേക്കണം. 5 അതായത് 5 കൂട്ടണ്ട. 5 ആൻസറിന്റെ കൂടെ ലാസ്റ്റ് ചെയ്ത. ഇതിനെ മാത്രം ടെക്സ്റ്റ് ഒന്ന് എടുത്തിടാം. അതിന്റെ ഫൈനൽ ആൻസർ നോക്കിക്കേ. ബാക്കി അതിന്റെ ചെയ്തോ, പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ചെയ്യും. അപ്പത്തെ കറവേ അഭിരാമ ചെയ്തേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ഇതൊക്കെ ചിലപ്പോ 2 മാർക്കിന് ചോദിക്കും. നിങ്ങളുടെ സ്കൂളിൽ 2 മാർക്കിന് ചോദിക്കുള്ളത്. അപ്പൊ എല്ലാം വിടേണ്ടി വരും. ഒരു മാർക്ക് ഈ ചെയ്ത ഈസിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കൂല. അപ്പൊ ഇതൊക്കെ ചെയ്ത് പഠിക്കണം. ഇത് ചെയ്ത് ചെയ്ത് നിന്റെ മനസ്സങ്ങാട് തഴപ്പിക്കണം. ആ ഇത്ര നമ്മള് 5 അവിടെ നിൽക്കട്ടെ. 5 ലാസ്റ്റ്. ആ അതിനു മുമ്പ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഇതുപോലെ ആക്കാം. ഇതുപോലെ എഴുതില്ലേ? എന്നിട്ട് a/, അങ്ങനെ ആക്കിയിട്ട് മറ്റേ രീതി ചെയ്യാം. ആക്കിയും വേഗം ചെയ്തേ. സൈൻ ഡിഫറെന്റാ? അപ്പൊ ചിലപ്പോ അവര് മൈനസ് കോമൺ പുറത്തെടുക്കാണ്ടായിരിക്കും ചെയ്ത. നീ മൈനസ് കോമൺ പുറത്തെടുക്കാണ്ടായിരിക്കും ചെയ്ത. ഇത് x + b അല്ലേ മുകളില്? ഫോർമുല എന്തായിരുന്നു? അപ്പൊ നീ ഫോർമുല ഇട്ട് ചെയ്യുന്നല്ല. ആ അതിന്റെ ഇടയിൽ ഇതിനെന്ത് ചെയ്യണം? ആ എക്സിന്റെ ഈ കോഎഫിഷ്യന്റിന്റെ പകുതി ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഉണ്ടാവുമല്ലോ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ പ്രോബ്ലം ചെയ്തിട്ടില്ല. നിങ്ങൾ ക്ലാസ് ചെയ്തിട്ടില്ലടാ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല? ഇംപ്രോപ്പറില് നമ്മൾ ചെയ്തില്ലായിരുന്നു. നിങ്ങളുടെ ക്ലാസ് ചെയ്തില്ല ചേട്ടാ? ഇംപ്രോപ്പർ ആയിട്ടുള്ള ചെയ്താ? എന്നിട്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 45.
45/2 വരും. ഓ അല്ല ആ ബാക്കി ചെയ്ത കറക്റ്റ് 5 മൈനസ് കൂടി ഉള്ളു അപ്പൊ ആ. ചെയ്തത് -45/2 അല്ല. ഉം. A minus ചെയ്യാ പിന്നെ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ എക്സിക്യൂട്ട് മൈനസ് 3 അല്ലേ? അപ്പൊ അത് അയ്യോ അപ്പൊ ഇത് പോസിറ്റീവ് 45 മൈനസ് ഇത് ഹോൾ സ്ക്വയർ 9 ആണ്. പോസിറ്റീവ് 45 അതാണ് അല്ല മൈനസ് ഇത് ഹോൾ സ്ക്വയർ ഇൻടു 5 അല്ലേ? നെഗറ്റീവ് സ്ക്വയർ പോസിറ്റീവ് അല്ലേ? അപ്പൊ 9 ഇൻടു 5 അല്ല ഈ 45 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അതല്ലേ? അതാണ് അല്ല ഇവിടെ ലാസ്റ്റ് അത് എനിക്ക് കുറെ കേൾക്കാറുള്ള സമയം കേട്ടാൽ മതി. നിങ്ങളുടെ സ്കൂളിൽ ഡിബേറ്റ് ക്ലബ് വല്ലതും ഉണ്ടോ? അല്ല ഇല്ല സാധനം ഉണ്ട് ഡിബേറ്റ് ക്ലബ് ഇല്ല മാത്സാ എന്താണ് പേര്? ബിന്ദു മിസ്സാ? സ്കൂളിൽ പോയിട്ടുണ്ട് ലൈക്ക് എന്റെ പഴയ സ്കൂൾ ഈ സ്കൂൾ എല്ലാ ടീച്ചറും ഡിഫറൻഷ്യൽ ഇക്വേഷൻ മിസ് ഒരാഴ്ച ഒറ്റ ദിവസത്തിൽ തന്നെ 3-4 സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തായിരുന്നു. തീർത്താ? തീർത്തു. പാവങ്ങള് ചാപ്റ്റർ തീർക്കണ്ടേ? ഇപ്പൊ അക്കിന്റെ സ്കൂളിൽ 2 പ്രോബ്ലംസ് അല്ലേ ഇരിക്കണം. ഷാ ടീച്ചർ ആ ചാപ്റ്റർ തീർത്ത് ഇംഗ്ലീഷ്. നമ്മളിവിടെ തുടങ്ങി 2-3 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ഇവിടെ തുടങ്ങിയത്. ഞങ്ങള് പ്രോബിലിറ്റി കഴിഞ്ഞ് ആ ടീച്ചർ തന്നെ എടുക്കുമായിരിക്കും. ആ ടീച്ചർ ഉണ്ടാ ഇവിടെ? അല്ല ആ ടീച്ചർ ഇവിടെ ഉണ്ടാവാറുണ്ടോ? എനിക്കറിയില്ല. ഞാനും കണ്ടിട്ടില്ല ആ ടീച്ചറിനെ. വെക്ടേഴ്സും 3Dയും വേറെ വേറെ ചാപ്റ്ററാണോ? ഒറ്റ ചാപ്റ്ററാണോ? ഇതൊന്ന് കഴിയട്ടെ പണ്ടാലും ഭ്രാന്ത് പിടിച്ച ചാപ്റ്റർ. വീഡിയോ റെക്കോർഡ് ഫിസിലിമിസ് കാണുമ്പോ ഭ്രാന്ത് പിടിച്ച ചാപ്റ്റർ എന്ന് ഞാൻ തന്നെ പറയാനിരുത്. അക്കിനെ കിട്ടിയാടാ? അക്വിൻ ഇത് കറക്റ്റാ അല്ല നമുക്ക് 5/2 അല്ലേ? അപ്പൊ ഞങ്ങളൊന്നും ചെയ്യാത്ത ഡിവൈഡ് ചെയ്തല്ലോ. ഞങ്ങളത് പ്രോപ്പർ ആക്കിയല്ലോ. അതല്ലേ പ്രോപ്പർ ആക്കി നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയ 5 മൈനസ് വന്നിട്ട് നമുക്കായിരുന്നു. ബാക്കിയെല്ലാം ചെയ്തത് നമ്മൾ കറക്റ്റാ. അല്ലടെ മോളിലത്തെ അപ്പൊ 2x പ്ലസ് 20x plus 15 ആണ്. 20x പ്ലസ് 15 5x square ആണ്. അത് ചെയ്താലും അപ്പൊ അതനുസരിച്ച് എന്ത് പൊട്ടത്തരാണ് ലാസ്റ്റ് കിട്ടിയല്ലോ. ഈ വാല്യൂ കിട്ടേണ്ട കറക്റ്റ് ആവും. അല്ലടാ ഈ 20x പ്ലസ് 15 വെച്ചിട്ടാണ് ചെയ്തത് നിങ്ങള്? അല്ല അപ്പൊ മാറില്ലേ ആൻസർ? അങ്ങനെ മാറത്തില്ല. വാല്യൂ മാറില്ലേ എയുടെ ബിയുടെ? അല്ല അപ്പൊ നമ്മുടെ ഒരു വാല്യൂ കറക്റ്റ് കിട്ടി നമ്മളെ. ഇപ്പൊ എന്ത് കിട്ടിയാതെ നിങ്ങൾക്ക് എത്ര കിട്ടിയ വാല്യൂ? ഒരെണ്ണം ഒരെണ്ണം -5/2 ഒരെണ്ണം -45/2. അതാ വാല്യൂ കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. കിട്ടിയ ചേട്ടന് കിട്ടിയില്ലേ വാല്യൂ? ഫോർമുല എടുത്ത് നോക്കി. അക്കിന്റെ ബുക്ക് ഒന്ന് തന്നെടാ ആ ഫോർമുല.
അത് എന്റെ അടുത്തില്ല. ആ ടെക്സ്റ്റിംഗ് കൊടുത്തേന്. 70 കിട്ടും. ഇല്ല, എനിക്ക് 1000 രൂപ കിട്ടിയായിരുന്നു. അഭിരാമേ അല്ല ശരിക്കും ചെയ്താ 1000 രൂപ. 1000 രൂപ ഇവിടെ വരുമ്പെങ്കിലും ചെയ്യും. വീട്ടിൽ പോയിട്ട് എന്താ എടാ ഫസ്റ്റ് പരീക്ഷ ഏതാ? മാത്സ് ആണോ? എന്റെ അമ്മയുടെ ഓഫീസിലാണ്. ഫസ്റ്റ് എക്സാം എന്താടാ നിങ്ങളുടെ? 70%. ഞങ്ങളുടെ അവിടെ സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താ അവിടെ? എന്റെ സ്കൂളില് 1000 രൂപ ഒരു 5 മിനിറ്റ് ഇവിടെ കൊണ്ടല്ലേ ആഡ് ചെയ്ത നീ സ്ക്വയർ വണ്ണ് ദേടാ ഇവിടെ നോക്ക്. ഈ പാസ് ആ സ്പ്ലിറ്റ് ചെയ്തിട്ടാണോ അതിന്റെ കണ്ടുപിടിക്കണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കിക്കേ. ആ മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആ ഇവിടെ ലിമിറ്റ് ഉണ്ടായില്ല. ലിമിറ്റ് ഇട്ട് കൊടുക്കാം. അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോ എന്തായടാ? എക്സ് പ്ലസ് എ സ്ക്വയർ സ്ക്വയർ ഇടേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ എ സ്ക്വയർ ഇപ്പൊ നീ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നീ ഇവിടെ ചെയ്തില്ലേ ഇങ്ങോട്ടന്നെ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4x ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ അല്ലെ? 2 സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 4 ആഡ് ചെയ്യുക പ്ലസ് 3 ഇപ്പുറത്ത് മൈനസ് ചെയ്യുക. അപ്പൊ എന്താ ഇതിന് നമുക്ക് എന്താവും? എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആവും. ഇതിന് നമുക്ക് മൈനസ് 2 സ്ക്വയർ എഴുതാം അല്ലെ? ആ ഇതിന് 4 അല്ലേ? അല്ല 1 സ്ക്വയർ അല്ലേ? മൈനസ് 1 സ്ക്വയർ 3 മൈനസ് 1 1 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതെന്ത് കിട്ടി? അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എ ബൈ എക്സ് മൈനസ് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് ബി ബൈ പ്ലസ് ബി ബൈ ഏതാ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതെന്താടാ? എക്സ് പ്ലസ് 2 അതന്നെ എ എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 ആപ്ലിക്കേഷൻ ഇവനെ ഞാൻ കൊട്ടി ഞാൻ അവൻ പറയാണ് ദൈവമേ ഇവൻ കൊണ്ടേ പുറത്തോടെ കേസെടുക്കട്ട. ഇവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഇവൻ പഠിപ്പിച്ചിട്ടാണോ? പഠിപ്പിയാണ് എടാ ഇവിടെ എന്താ ചെയ്തേക്കണെന്ന് ഇവര് ഇവിടെ 4x സ്പ്ലിറ്റ് ചെയ്ത് ഇവര് ആ ഫോമിലോട്ട് ആക്കാൻ വേണ്ടിട്ട്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 4x നമുക്ക് ഇങ്ങനെ എഴുതാം 3x പ്ലസ് എക്സ് പ്ലസ് 3 എഴുതാം. ഇനി ഇതിൽ നിന്ന് എക്സ് കോമൺ പുറത്തെടുക്കാം. ഈ 4x എക്സ് കോമൺ പുറത്തെടുക്കാം. അപ്പൊ എന്താ ഇവിടെ എക്സ് പ്ലസ് 3 പിന്നെ ഇതങ്ങനെ തന്നെ ഇടുക എക്സ് പ്ലസ് 3 ഇടുക. എന്നിട്ട് അതിൽ നിന്ന് എക്സ് പ്ലസ് 3 പുറത്തെടുക്കുക കോമൺ പ്ലസ് എക്സ് പ്ലസ് 3. അപ്പൊ എന്ത് വരും? പ്ലസ് എക്സ് പ്ലസ് 3 മറ്റേ പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് ഈ പ്ലസ് ഇട്. ഇനി എക്സ് പ്ലസ് 3 കോമൺ പുറത്തെടുത്ത് പിന്നെ ബാക്കിയുള്ള എന്താവും? എക്സ് പ്ലസ് 1 അല്ലേ? ഇതിന് നമ്മൾ എക്സ് പ്ലസ് 3 പുറത്തെടുത്ത ബാക്കി എന്താ വന്നത്? എക്സ് പ്ലസ് 3 പുറത്തെടുത്ത് ബാക്കി എക്സ് പ്ലസ് 1 അല്ലേ വന്നത്? ഇനിയിപ്പോ രണ്ടിൽ ഇനി നമുക്ക് ഏതാ? എ ബൈ ബി പ്ലസ് ബി ബൈ ബി അങ്ങനെ. അക്കിന് മനസ്സിലായ? കോപ്പി അടിച്ചില്ലേ ഇപ്പൊ? കണ്ടില്ലേ? ബിയുടെ വാല്യൂ -5/2 കിട്ടിയ? എയുടെ വാല്യൂ -5/2 ബിയുടെ വാല്യൂ 45/2.
ഇവിടുത്തെ ലാംഗ്വേജ് അല്ല മൈനസ് മാറിപ്പോയാ വാല്യൂ ഇവിടെ എന്താ ഇത് മാത്രം എടുത്താൽ മതി. ഇതെന്താ എടുത്ത 5? ആ അപ്പൊ എക്സിന് -3 കൊടുക്കുമ്പോ ഇത് മൊത്തം 0 ആയിപ്പോ. അപ്പൊ ബി എന്ത് കിട്ടും? അപ്പൊ 20 ഇൻറ്റു മൈനസ് എത്രയാണ്? -16 പ്ലസ് 5 15 5 അല്ലേ 15 ആ. അപ്പൊ -16 പ്ലസ് 15 മൈനസ് 45 അല്ലേ? 10 തരും. -2 അല്ലേ? ആ അത് ശരിയാ. പക്ഷെ അത് ശരിയാ 45/2 ബി. അപ്പൊ 5 - 45/2. ആ ഇനി എയുടെ വാല്യൂ എന്താ? മൈനസ്. അപ്പൊ ശരിയാ. കിട്ടിയ ആൻസർ കിട്ടിയാ? ആ എയുടെ വാല്യൂ ആണ് കേട്ടോ. എ മറിക്കും. അല്ല എ 45/2. ഏതാ? അത് ലാസ്റ്റ് ഈ ആൻസറിൽ ഇട്ട് കൊടുത്താൽ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കും. ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ആൻസർ എടുത്ത് എഴുതിയാൽ മതി. എടാ ബി ആണ് നിനക്ക് 45/2 കിട്ടിയ? ബി 45/2. ആ എ 5/2. ആ -5/2. ഇത് മൈനസ് ആണോ കിട്ടിയത്? അതെ. ഇവിടെ -16 പ്ലസ് 15 എന്താ? -45 അല്ലേ? ഇവിടെ -16 പ്ലസ് 15 -45. ഞങ്ങള് ചെയ്ത ആ അപ്പൊ ആ 5 - 45/2 ഞങ്ങള് 5x² ചിന്തിച്ചപ്പോ ആ അല്ലെങ്കിൽ ഞങ്ങള് ഇത് ചെയ്താൽ ഞങ്ങളുടെ വാല്യൂ സൈഡ്